ഹലോ, ഗുഡ് മോർണിംഗ് ടു ആൾ. എല്ലാവരും വീട്ടിൽ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കോളേജിൽ വന്ന് പഠിക്കാൻ കഴിയാത്തതിനാൽ നമ്മളിപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു കാണും. പക്ഷേ കുറച്ച് സാങ്കേതിക കാരണങ്ങളാൽ ഈ സബ്ജക്റ്റ് തുടങ്ങാൻ നമ്മളല്പം വൈകിപ്പോയിരിക്കുകയാണ്. അപ്പോൾ എന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നൊരു സബ്ജക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ കോളേജിൽ വെച്ച് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എൻ്റെ പേര് അനിത ദേവി GS എന്നാണ്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫാണ്. അപ്പോൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രേഡിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് മാറി വരുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചതുമായിട്ട് ഓൾറെഡി പ്രത്യേകിച്ചൊരു കണക്ഷൻ വരുന്നൊരു സബ്ജക്റ്റ് അല്ല. എങ്കിൽ കൂടിയും ഇത് നിങ്ങൾക്ക് വളരെ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആയതിനാൽ ഇത് നിങ്ങളുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാം. തുടക്കം മുതലേ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങളിത് പഠിക്കുകയും അതിൻ്റെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് വയ്ക്കുകയും ഒക്കെ വേണം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനാൽ പൂർവാധികം എന്നോട് സഹകരിക്കണമെന്ന് തന്നെ ഞാൻ ആദ്യം നിങ്ങളടുത്ത് അങ്ങ് അപേക്ഷിക്കുകയാണ്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അതിൻ്റെ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് 3021 ആണ്. ഓൾറെഡി സിലബസ് എല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഇതിൻ്റെ സിലബസ് സിറ്ററിൻ്റെ സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഞാൻ തരുന്ന നോട്ടുകളുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം. നോട്ടുകളെല്ലാം ഞാൻ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലോട്ട് കടക്കാം. അപ്പോൾ സബ്ജക്റ്റിൻ്റെ പേര് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ആ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് 3021 ആണ്. ഒരു മിനിറ്റ്, എൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കാണുന്നു. അപ്പോൾ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് കോഴ്സിൻ്റെ കോഴ്സ് ഔട്ട്കം എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് സർക്യൂട്ടാണ്. ആ ഇലക്ട്രിക് സർക്യൂട്ടിൽ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതാണ് ഡിഫൈൻ വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, പവർ ആൻഡ് എനർജി. ഈ വേർഡുകളെല്ലാം തന്നെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളതും നിങ്ങൾക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ളതുമായിട്ടുള്ള വേർഡുകളാണ്. പിന്നെന്ന് പറയുന്നത് ഡിസ്ക്രൈബ് DC സർക്യൂട്ട്സ്. DC സർക്യൂട്ട്സിനെ കുറിച്ച് പഠിക്കുക. ഓംസ് ലാ ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ കേട്ട് വന്നിട്ടുള്ളതാണ് ഓംസ് ലാ. പിന്നെ ആ ഓംസ് ലായെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിനുശേഷമുള്ളത് സീരീസ്, പാരലൽ ആൻഡ് കോമ്പിനേഷൻ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. അതും ഓൾറെഡി നിങ്ങൾ കുറേ പഠിച്ചിട്ടുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതിനുശേഷം വേണ്ടത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അതെന്താണെന്ന് പഠിക്കണം. അതൊക്കെ ഇലക്ട്രിക്കലിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ലോസ് ആണ്, അതറിയണം. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സിംഗിൾ ലൂപ്പ് AC ജനറേറ്റർ. AC ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും പിന്നെ ആ AC സർക്യൂട്ട്സ് വരുമ്പോൾ ആ സർക്യൂട്ട്സിൽ ഫ്രീക്വൻസി എന്താണെന്നും സപ്ലൈയുടെ മാക്സിമം വാല്യൂ എന്താണെന്നും ആവറേജ് വാല്യൂ എന്താണെന്നും RMS വാല്യൂ എന്താണെന്നും ഫോം ഫാക്ടർ ആൻഡ് പവർ ഫാക്ടറാണ് നമുക്ക് അടുത്ത പോർഷൻ പഠിക്കാനുള്ളത്. അടുത്തെന്ന് പറയുന്ന AC ത്രൂ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അതിനുശേഷം ആ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ വരുന്ന സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജിയാണ്. അതായത് നമുക്ക് എവിടെ നിന്നാണ് ഈ ഇലക്ട്രിക്കൽ എനർജി കിട്ടുന്നത്, അതിൻ്റെ പവർ ജനറേഷൻ ഓഫ് 3 phase സിസ്റ്റം പഠിക്കണം. അടുത്തെന്ന് പറയുന്നത് സിംഗിൾ ഫേസും 3 phase തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് പഠിക്കണം. അടുത്തെന്ന് പറയുന്നത് ഈ സിംഗിൾ AC സിസ്റ്റത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ. ഈ പേരുകളെല്ലാം നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ അതിനെക്കുറിച്ച് കുറച്ച് ഡീപ്പായിട്ട് നമുക്കിതിനകത്ത് പഠിക്കണം. എന്നിട്ട് ആ സ്റ്റാർ കണക്ഷൻ കൊടുക്കുമ്പോഴും ഡെൽറ്റ കണക്ഷൻ കൊടുക്കുമ്പോഴും അതിൻ്റെ വോൾട്ടേജിലും ഫേസ് വോൾട്ടേജിലൊക്കെ വരുന്ന എന്തെല്ലാം ചേഞ്ചസ് ആണ് ആ സിസ്റ്റത്തിന് വരുന്നതെന്നാണ് അടുത്ത പഠിക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 phase സിസ്റ്റത്തിൻ്റെ പവറിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ആ മൊഡ്യൂളിൽ തന്നെ, അതായത് ഈ ഒരു മൊഡ്യൂളല്ല, ഏതൊരു മൊഡ്യൂൾ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാലും കുറേ കണ്ടൻസ് അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്.
അപ്പോൾ പോർഷൻ അങ്ങ് തീർന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ഓരോ ദിവസവും തന്നെ കൂടുതൽ പോർഷൻസ് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ പോർഷൻ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ടിൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ തന്നെ തേർഡ് പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ഇലക്ട്രിക്കൽ സോഴ്സസ് ആണ്. അതായത് ഒരു ലെഡ് ആസിഡ് സെൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും പിന്നെ അതിൻ്റെ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും എങ്ങനെ ഉണ്ടാക്കണം, അതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത്, എന്നിട്ട് അതിൻ്റെ ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്, അതിൻ്റെ എഫിഷ്യൻസി, ഇതെല്ലാം അതിനകത്ത് പഠിക്കണം. പിന്നെ എങ്ങനെ നമുക്കൊരു ലെഡ് ആസിഡ് സെല്ല് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത പോർഷൻ. അതിനുശേഷം വരുന്നത് DC ജനറേറ്റേഴ്സ് ആണ്. എങ്ങനെയാണ് DC ജനറേറ്റേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ കൺസ്ട്രക്ഷണൽ പാർട്സ് എന്തൊക്കെയാണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അതിനെങ്ങനെയെല്ലാം ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്തതെന്ന് പറയുന്നത് 3 phase ഓൾട്ടർനേറ്റർ ആണ്. ആ 3 phase ഓൾട്ടർനേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ് നമുക്ക് അടുത്തത് വേണ്ടത്. അപ്പോൾ നമ്മുടെ മോഡ്യൂളിൻ്റെ ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ട്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതെല്ലാം നമുക്ക് കോഴ്സ് ഔട്ട്കം എന്ത് വേണം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ശരിക്കും നമ്മുടെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പഠിച്ചു തുടങ്ങേണ്ടത് ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ ഞാൻ ഈ ഇലക്ട്രിക് സർക്യൂട്ട്സിനെ കുറിച്ച് സർക്യൂട്ട്സിൻ്റെ ഈ ഡെഫിനിഷൻ നമുക്ക് സിലബസിലുള്ളത് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളൂടെ അറിയേണ്ടതായിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക് മെറ്റീരിയൽസിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകളാണ്. എങ്കിൽ കൂടിയും ഞാൻ ഒന്നുകൂടെ ഇവിടെ ജസ്റ്റ് പറയുകയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് കണ്ടക്ടർ. എന്താണ് കണ്ടക്ടർ? കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിന് ഈസിയായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. അതായത് മെറ്റീരിയൽസ് that allows to flow electrons freely in the circuit. കണ്ടക്ടേഴ്സ് ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് സർക്യൂട്ടിൽ മൂവ് ചെയ്യാൻ അലവ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, ഇൻസുലേറ്റേഴ്സ് കണ്ടിട്ടും ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ടിന് ഒരിക്കലും കടത്തിവിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് കറണ്ടിന് ഒരു ഈസി പാത്ത് കൊടുക്കുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിന് കടത്തിവിടാത്ത വസ്തുക്കളെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദിസ് കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റേഴ്സ് ഒരു മെറ്റീരിയലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് എന്നാണ്. എന്താണ് പറയുന്നത്? സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ്. അപ്പോൾ ഈ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, കണ്ടക്ടർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് കറണ്ടിനൊരു ഈസി പാത്ത് കൊടുക്കുമെന്നും ഇൻസുലേറ്റേഴ്സ് ഒരിക്കലും കറണ്ടിനെ കടത്തി വിടൂല എന്നും പറഞ്ഞു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഈ രണ്ട് മെറ്റീരിയലിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ്. അപ്പോൾ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ പറയുന്നത് വിച്ച് അലൗസ് പാർഷ്യൽ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയും. വിച്ച് അലൗസ് പാർഷ്യൽ ഫ്ലോ ഓഫ് കറണ്ട്. എങ്ങനെയാണ് ഈ പാർഷ്യൽ ഫ്ലോ ഓഫ് കറണ്ട്? അതായത് ആ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന സമയത്ത്, അതിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് അതിനെ ഏത് കണ്ടീഷനിലാണോ ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കറണ്ടിനെ കടത്തിവിടാം. അതായത് അതിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസിനെ നമുക്ക് ഏതാണ്ട് കണ്ടക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്താനും പറ്റും, അതുപോലെ തന്നെ ഇൻസുലേറ്റേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്താനും പറ്റും. അതായത് കണ്ടക്ടിങ് സ്റ്റേജിലോട്ടും ഇൻസുലേറ്റിംഗ് സ്റ്റേജിലോട്ടും അതിൻ്റെ ഇടയിലുള്ള സ്റ്റേജിലോട്ടും നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ട്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് സർക്യൂട്ട്സിൻ്റെ തന്നെ കൺട്രോളിങ്ങും അങ്ങനെയുള്ള സർക്യൂട്ട്സ്, അഡ്വാൻസ്ഡ് സർക്യൂട്ട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് കൂടി നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം കണ്ടക്ടർ എന്താണ് ചെയ്യുന്നത്? കണ്ടക്ടർ അലൗസ് ഈസി ഫ്ലോ ഓഫ് കറണ്ട് അല്ലേ? ഈസി പാത്ത്, കറണ്ടിനൊരു ഈസി പാത്ത് കൊടുക്കുന്നതാണ് കണ്ടക്ടർ. കണ്ടക്ടറിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? കോപ്പർ, അലുമിനിയം, ഇതെല്ലാം കണ്ടക്ടേഴ്സ് ആണ്. അടുത്തതെന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് എന്താണ്? വിച്ച് ഡസ് നോട്ട് അലൗസ് ദി ഫ്ലോ ഓഫ് കറണ്ട്. അത് റബ്ബർ, വുഡ്, ഗ്ലാസ്, ഇങ്ങനെ ധാരാളം മെറ്റീരിയൽസ് അതിനകത്ത് വരുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം. ഇനി എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സെമി കണ്ടക്ടേഴ്സ് നിന്ന് വിച്ച് അലൗസ് പാർഷ്യൽ ഫ്ലോ ഓഫ് കറണ്ട് ആണ്. അപ്പോൾ ആ പാർഷ്യൽ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ജെർമേനിയവും സിലിക്കണും ആണ്. ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് സെമി കണ്ടക്ടിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങളുടെ
മനസ്സിലിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതിലെല്ലാം ഈ കാര്യങ്ങൾ ഓരോ വേർഡുകളും ഉപയോഗിച്ച് വരും. അപ്പോൾ ഈ 3 സാധനങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് റൂമിനകത്ത് ചോദിച്ചാൽ മതി, കമൻ്റ് അയച്ച് ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിലോട്ട് കിടക്കാം. സിലബസിൽ എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? വോൾട്ടേജ് എന്നാണ് അറിയേണ്ടത്. വോൾട്ടേജ് എന്ന് പറയുന്നത് ഞാൻ ആ ഡെഫിനിഷനിനകത്തുണ്ട്, നിങ്ങൾ നോക്കൂ. വോൾട്ടേജ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് that is applied to a conductor to free electrons which causes current to flow through a circuit. Symbolic representation of voltage is V. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന് അതിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ട് ആ ഫ്രീ ഇലക്ട്രോൺസ് അതിലോട്ട് സപ്ലൈ ചെയ്തു പോകണം. അതായത് ഒരു കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. ആ വോൾട്ടേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് V എന്ന ലെറ്റർ കൊണ്ടാണ്. ക്യാപിറ്റൽ V എന്നാണ്. വോൾട്ടേജ് ഈസ് റെപ്രസെന്റഡ് ആസ് V. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടിലാണ്, വോൾട്ട്സ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ വോൾട്ട്സ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, എന്താണ് വോൾട്ടേജ്? ഒരു കണ്ടക്ടറിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതായത് വോൾട്ടേജ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോഴ്സ് ദാറ്റ് ഈസ് അപ്ലൈഡ് ടു എ കണ്ടക്ടർ ടു ഫ്രീ ഇലക്ട്രോൺസ് which causes current to flow through a circuit. Okay, അത് റെപ്രസെന്റ് ചെയ്യുന്നത് V ആണ്, മെഷേർഡ് ഇൻ വോൾട്ട്സ്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ യൂണിറ്റുകൾ നമുക്കിപ്പോൾ എപ്പോഴും നമ്മൾ വോൾട്ട് തന്നെ ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും മില്ലി വോൾട്ട്. മില്ലി വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1000 വോൾട്ടിനെയാണ് നമ്മൾ മില്ലി വോൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ 1 കിലോ വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 വോൾട്ടിനെയാണ് നമ്മൾ കിലോ വോൾട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്ത നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ കറണ്ട്. അപ്പോൾ കറണ്ടിനെ നമുക്ക് അതുപോലെ ഡിഫൈൻ ചെയ്യണം. എല്ലാവർക്കും അറിയാം കറണ്ട് എന്താണെന്നൊക്കെ അറിയാം, പക്ഷെ അത് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇസ് ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വോൾട്ടേജ്, ആ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും അതർ സോഴ്സസ് ആവാം, ഈസ് അപ്ലൈഡ് അക്രോസ് എ സർക്യൂട്ട്. ദി ഇലക്ട്രോൺസ് ഫ്ലോ, ഇപ്പം ഇത് പറഞ്ഞിരിക്കുന്നത് ഒരു ബാറ്ററിയുടെ കേസിലാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ എ വോൾട്ടേജ്, അതായത് ഒരു ബാറ്ററി ആകുമ്പോൾ അതിനൊരു പോസിറ്റീവ് പാർട്ടും ഉണ്ട്, ഒരു നെഗറ്റീവ് പാർട്ടും ഉണ്ട്, അല്ലേ? ഒരു പോസിറ്റീവ് ടെർമിനലുണ്ട്, ഒരു നെഗറ്റീവ് ടെർമിനലുണ്ട്. വെൻ എ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അക്രോസ് ദി സർക്യൂട്ട്, ദി ഇലക്ട്രോൺസ് ഫ്ലോസ് ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി ബാറ്ററി. നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. എന്തിനാ വോൾട്ടേജ് അപ്ലൈ ചെയ്തത്? അതിൽ നിന്ന് ഇലക്ട്രോൺസ് ആ കണ്ടക്ടറിലുള്ള ഇലക്ട്രോൺസിന് മൂവ് ചെയ്യിക്കാൻ വേണ്ടി, ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോഴ്സിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ഉണ്ടായി. ആ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആ വോൾട്ടേജിൻ്റെ സ്ഥാനത്താണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഒരു ബാറ്ററി. ആ ബാറ്ററി എന്ന് പറയുന്നത് ഒരു DC സപ്ലൈ ആണ്. ആ DC സപ്ലൈ ആയതുകൊണ്ട് അതിനൊരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും. അപ്പോൾ ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. ഈ കറണ്ടിന് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട്സിലെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ I എന്നൊരു ലെറ്റർ കൊണ്ടാണ്. ഇലക്ട്രിക് സർക്യൂട്ട് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? I എന്ന് പറയുന്ന ക്യാപിറ്റൽ I എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദ യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംപിയർ.
നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അല്ലേ? ദ യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംബിയർ. ആ ആംബിയർ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ ഇപ്പം 10 ആംബിയർ എന്ന് പറയുകയാണെങ്കിൽ 10A ക്യാപിറ്റൽ A മീൻസ് 10 ആംബിയർ. 10A എന്ന് എഴുതാം, അല്ലെങ്കിൽ ഓർ നമുക്ക് എന്ത് എഴുതാം? ആംസ്. അതാണ് AMPS എന്ന് എഴുതിക്കുന്നത്, ആംസ് എന്നും നമുക്ക്. അപ്പോൾ ക്യാപിറ്റൽ A അത് ആംബിയർ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ ആംസ് എന്നും റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ആംബിയർ. നേരത്തെ വോൾട്ടേജിൽ പഠിച്ചതുപോലെ തന്നെ ഇതിനകത്തും മില്ലി ആംബിയറും കിലോ ആംബിയറും ഉണ്ട്. മില്ലി ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/1000 ആംബിയർ ആണ്. കിലോ ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആംബിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. അടുത്ത നമുക്ക് പഠിക്കേണ്ട ടേം എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളൊരു സർക്യൂട്ടിൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ആ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്തൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഈ കറണ്ട് ഫ്ലോയെ എതിർക്കാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോൺസ് ഫ്ലോയുടെ അളവ്, അതായത് ആ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന വസ്തുക്കളെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് എന്നുള്ള വേർഡ് ആവാം, ഓർ opposition to the flow of electrons through a conductor is called resistance. എന്താണ്? നമ്മുടെ കറണ്ട് ഇലക്ട്രോൺ ഫ്ലോയുടെ ആ ഫ്ലോയെ ഒപ്പോസ് ചെയ്യുന്ന എന്താണോ അവിടെ നടക്കുന്ന ആക്ഷൻ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ R കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓംസ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന ഓം എന്നുള്ള ഒരു സിമ്പൽ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓമിൻ്റെ സിമ്പലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് വോൾട്ടേജ് ആണ്. വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു സോഴ്സ് കൊടുത്തിട്ട് അതിൽ നിന്ന് ആ കണ്ടക്ടറിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യിക്കുന്നതിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്ന, ആ ഫോഴ്സിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പം ആ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ആ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ആ ഇലക്ട്രോൺ ഫ്ലോയെ തടസ്സപ്പെടുത്താൻ വേണ്ടി നമ്മൾ സർക്യൂട്ട്സിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടിൽ ഉണ്ടായാൽ നമുക്ക് അതിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ അളവിന് വേരിയേഷൻ, ചേഞ്ചസ് വരുത്താനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ അതിന് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് R ആണ്, ആൻഡ് മെഷേർഡ് ഇൻ ഓംസ്. ഇനി നോക്കൂ, നമ്മൾ കിലോ ഓംസ്, മെഗോംസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. 1 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ അതായത് 1000 ഓംസ് ആണ്. 1 മെഗോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻6 ഓംസ് ആണ്. അപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതെല്ലാം ഓം റേഞ്ച് യൂസ് ചെയ്യാറുണ്ട്, കിലോം റേഞ്ച്, മെഗോം റേഞ്ച്, ഇങ്ങനെ ഡിഫറെൻറ്റ് റേഞ്ചസ് റെസിസ്റ്റേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈം എന്താണെന്നൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ധരിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. അടുത്തെന്ന് പറയുന്നത് പവർ. പവർ എന്ന് പറയുന്നത് is defined as the rate at which electrical energy is consumed in an electric circuit. അതായത് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്തുമാത്രം ഇലക്ട്രിക്കൽ എനർജിയാണോ കൺസ്യൂം ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ആ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദി rate at which electrical energy is consumed in an electric circuit. It is represented as P. അതിനെ കാണിക്കുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് P ആണ്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് വാട്ട്. വാട്ട് എല്ലാവരും ഉപയോഗിക്കും. ഒരു 10 വാട്ട് ബൾബ്, വീട്ടിൽ ബൾബും അതും ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ബൾബ് മാത്രമല്ല, എല്ലാ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വാട്ടേജ് റേറ്റിംഗ് ഒക്കെ ശ്രദ്ധിക്കും, എത്ര വാട്ടിൻ്റെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ? ആ വാട്ട്, ദാറ്റ് ഈസ് കോൾഡ് പവർ. പവർ എന്ന് പറയുന്നാൽ ശരിക്കും അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് പഠിച്ചു. ആ വോൾട്ടേജും കറണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ടിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പവറിനെ ഡിഫൈൻ ചെയ്യാം. എന്താണ് പവർ? പവർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺസ്യൂംഡ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് P. Its unit is watt and represented as W. Capital W കൊണ്ടാണ് വാട്ടേജിന് വാട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. പവർ ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും പ്രോഡക്റ്റിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് പവറിനെ കുറിച്ച് പറയുമ്പം ആ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നുള്ള ഇക്വേഷൻ വരെ പഠിച്ചാൽ മതി.
ഇനി നമ്മൾ അങ്ങോട്ട് ഓംസ് ലാ പഠിച്ചു വരുമ്പം നമുക്ക് ഈ പവറിൻ്റെ ഇക്വേഷൻസ് നമുക്ക് ചെറിയ രീതിയിലൊക്കെ മാറി വരും. ആ മാറി വരുന്നതാണ് ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്ന അടുത്ത ഇക്വേഷൻസ്. നോക്കൂ, പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറയുമ്പം പവറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ പി ആണ്. വി എന്ന് പറയുന്നത് വോൾട്ടേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വി ആണ്, കറണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഐ ആണ്. അപ്പോൾ പി ഈസ് ഈക്വൽ ടു വി ഐ വാട്ട്സ്. ഓക്കെ, പി ഈസ് ഈക്വൽ ടു വി ഐ വാട്ട്സ്. ഇനി ഞാൻ അതിനകത്ത് പി ഈസ് ഈക്വൽ ടു വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ടും റെസിസ്റ്റൻസും കൂടെ ചേരുന്നതിനാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ വോൾട്ടേജിൻ്റെ സ്ഥാനത്ത് നോക്കൂ, ഇവിടെ ഞാൻ വോൾട്ടേജിൻ്റെ സ്ഥാനത്ത് ഐ ഇൻറ്റു ആർ എന്ന് കാണിച്ചിരിക്കുന്നത്. ഇത് വോൾട്ടേജ് ആണ്, ഇത് കറണ്ടാണ്. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറാം? ഐ സ്ക്വയർഡ് ആർ എന്ന് മാറാം. അപ്പോൾ പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർഡ് ആർ വാട്ട്സ് എന്ന് വരാം. ഇനി അടുത്തത് പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ഓംസ് ലോ ആണ്. നമ്മൾ അതിനടുത്ത താഴത്തോട്ടുള്ള സെക്ഷനിൽ പഠിക്കുന്നുണ്ട്. അടുത്ത സെക്ഷനിൽ ഓംസ് ലോ, അക്കോർഡിംഗ് ടു ഓംസ് ലോ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. ആ വി ബൈ ആർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി സ്ക്വയർഡ് ബൈ ആർ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ 3 ഇക്വേഷൻസ് നമുക്ക് പവർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. കാരണം നമുക്ക് ഏത് പാരാമീറ്റർ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ പാരാമീറ്റർ അനുസരിച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഉള്ള പാരാമീറ്റേഴ്സ് വെച്ച് നമ്മൾ വോൾട്ടേജും കറണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. ഓക്കെ, ഇതിനുപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഒന്ന് മില്ലി വാട്ട്. നോക്കൂ, അവിടെ വാട്ടിൻ്റെ ഡബ്ല്യു എന്ന് പറഞ്ഞ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഇട്ടേക്കുന്നത്, എം സ്മോൾ ലെറ്റേഴ്സ്. മില്ലി വാട്ട്, മില്ലി വാട്ട് എന്ന് പറയുമ്പോൾ 10⁻³ വാട്ടിനെയാണ് മില്ലി വാട്ട് എന്ന് പറയുന്നത്. കിലോ വാട്ട് എന്ന് പറയുമ്പം 10⁻³ വാട്ടാണ്. അപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞതിന് റിവൈസ് ചെയ്യാണ്. ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് വോൾട്ടേജ്. എന്തായിരുന്നു വോൾട്ടേജ്? കണ്ടക്ടറിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞ എന്താണ്? കറണ്ട്. എന്താണ് കറണ്ട്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. തേർഡ് വൺ പഠിച്ചത് നമ്മൾ എന്താണ്? റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ്? ആ ഫ്ലോ ഓഫ് കറണ്ടിന് തടസ്സപ്പെടുത്തുന്നത്, ഒപ്പോസിഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് പവർ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജും കറണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് എനർജി. നമ്മൾ വീടുകളിലെല്ലാം നമുക്കൊരു ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഒരു മീറ്റർ കൊണ്ടുവയ്ക്കാറുണ്ട് അല്ലേ? അപ്പോൾ ആ മീറ്ററിലാണ് നമ്മൾ എന്തുമാത്രം എനർജി യൂസ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ഡിഫൈൻ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എനർജി ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് പവർ ആൻഡ് ടൈം. അതായത് നമ്മൾ നേരത്തെ പവർ പഠിച്ചു. ആ പവർ എന്ന് പറയുന്നത് എന്താണ്? എന്തുമാത്രം എനർജി നമ്മൾ കൺസ്യൂം ചെയ്യുന്നോ ആ കൺസ്യൂം ചെയ്യുന്നതിനാണ് പവർ എന്ന് പറയുന്നത്. ആ കൺസ്യൂം ചെയ്യുന്ന എനർജി എന്തുമാത്രം എത്ര ടൈം നമ്മൾ കൺസ്യൂം ചെയ്തു അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? എനർജി, ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് പവർ ആൻഡ് ടൈം. പവറും അതായത് വി ഇൻറ്റു ഐയും അതിൻ്റെ കൂടെ ടൈമും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. ഇറ്റ്സ് യൂണിറ്റ് ഈസ് വാട്ട് അവർ ഓർ കിലോ വാട്ട് അവർ. വാട്ട് പവറിൻ്റെ യൂണിറ്റ്, അവർ ടൈമിൻ്റെത്. അപ്പോൾ നമുക്ക് വാട്ട് അവർ ആണ് നമ്മുടെ യൂണിറ്റ്. പിന്നെ കുറേ ചേരുമ്പോഴത്തേക്ക് അതിനെന്താ പറ്റും? നമുക്ക് ഉപയോഗിക്കാം കിലോ വാട്ട് അവർ ആയിട്ട് ഉപയോഗിക്കാം. അതായത് 10⁻³ വാട്ട് അവറിനെയാണ് നമ്മൾ കിലോ വാട്ട് അവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ ഫസ്റ്റ് പോർഷനിൽ സിലബസിൽ കണ്ട 1.1.1 എന്നും പറഞ്ഞ് നമ്മൾ കണ്ട ഒരു ഫസ്റ്റ് പോർഷനിലെ ഡെഫിനിഷൻസ് മാത്രമേ നമുക്ക് ഇതുവരെ ആയിട്ടുള്ളൂ, എനർജി വരെ ആയപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു DC സർക്യൂട്ടിനെ കുറിച്ച് പഠിക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്, DC സർക്യൂട്ട്. ആ DC സർക്യൂട്ടിൻ്റെ താഴെ കാണിച്ചിരിക്കുന്ന ഫിഗർ എല്ലാവരും ഒന്ന് നോക്കുക. ആ സർക്യൂട്ടിൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഇവിടെയായിട്ട് നമുക്കൊരു ബാറ്ററി, ആ ബാറ്ററിക്ക് ഒരു പോസിറ്റീവും നെഗറ്റീവ് ചാർജും ഉണ്ട്. ഇതിനകത്ത് ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്ന ഒരു സ്വിച്ചാണ്. ഇപ്പോൾ ആ സ്വിച്ച് എന്ന് പറയുന്ന ഓപ്പൺ ആണ്. ഇതിങ്ങനെ നേരെ വന്ന് ഈ റെഡ് പോയിന്റിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ അത് ക്ലോസ്ഡ് ആവും. പിന്നെ എന്ന് പറയുന്നത് ഒരു അമ്മീറ്റർ അതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അമ്മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അമ്മീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്ററിനെയാണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. ആംബിയർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മീറ്ററാണ് അമ്മീറ്റർ. കറണ്ട് മെഷറിംഗ് ഡിവൈസിനെയാണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത് വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതെന്ന് പറയുന്നത്
സർക്യൂട്ടിനകത്തൊരു ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. അതായത് നമ്മൾ ഏതൊരു സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തിനാണ്, ഒരു ലോഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ലോഡാണ് ഈ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇൻറ്റു കാണിച്ച റെഡിനകത്ത് കാണിച്ചിരിക്കുന്നത് ലോഡാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ബാറ്ററി എന്ന് പറയുന്നതിന് പൊളാരിറ്റി ഉണ്ട്, പോസിറ്റീവും താഴെ. ഇത് നോക്കുക, ഈ ലൈൻ വലുത്, അടുത്ത ചെറുത്, വലുത് ചെറുത്. ഒരു കോമ്പിനേഷൻ. ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവും ചേരുമ്പോൾ അതിനെ നമ്മളൊരു സെല്ല് എന്നാണ് പറയുന്നത്. ഒരു കോമ്പിനേഷൻ ഓഫ് സെൽ ചേരുമ്പോഴാണ് അതിനെ നമ്മൾ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ബാറ്ററിയാണ്. അപ്പോൾ ബാറ്ററിക്ക് ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും. ഇതെന്ന് പറയുന്ന ഒരു സ്വിച്ച്. ഇത് അമ്മീറ്റർ എന്ന് പറയുന്ന കറണ്ട് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതാണ് അമ്മീറ്റർ. അടുത്തെന്ന് പറയുന്ന ഒരു വോൾട്ട്മീറ്റർ വോൾട്ടേജ് മെഷർമെൻറ്റിന് യൂസ് ചെയ്തിരിക്കുന്നു. ഇതെന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ടിലെ ലോഡാണ്. അപ്പം നോക്കൂ, ഇവിടെ എന്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത് നോക്കൂ. when the voltage forces the electron to flow continuously in one direction in a closed circuit, it is called a DC circuit. അപ്പോൾ ഒരു സർക്യൂട്ടിന് DC സർക്യൂട്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു വോൾട്ടേജ് ഫോഴ്സ് ഉണ്ടാവണം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വോൾട്ടേജ് ഫോഴ്സ് എന്ന് പറയുന്നത് ബാറ്ററിയാണ്. ഇനി ഇതിനകത്ത് ഇലക്ട്രോൺ ഫ്ലോ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്വിച്ചിന് ഓൺ ചെയ്യണം. ഇതിപ്പോൾ ഓഫ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. ഇതിനെ ഓൺ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആവും. ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഇതുവഴി സർക്യൂട്ടിൽ കറണ്ട് ഫ്ലോ നടക്കും. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോൺസ് ടു ഫ്ലോ കണ്ടിന്യൂസ്ലി ഇൻ വൺ ഡയറക്ഷൻ. ഇതിനകത്ത് ഇത് DC ബാറ്ററി ആയതുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് ടു പോസിറ്റീവിലേക്ക് മാത്രമേ ഒരു കറണ്ട് ഫ്ലോ ഇതിനകത്ത് നടക്കുകയുള്ളൂ. ഇറ്റ് ഈസ് കോൾഡ് DC സർക്യൂട്ട്. അപ്പോൾ ഒരു DC സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ വേണം? ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടാവണം, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവണം. ആ കറണ്ട് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ അത് എന്ത് സർക്യൂട്ട് ആയിരിക്കണം? ആ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം. അപ്പോൾ ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആവും. ആ ക്ലോസ്ഡ് സർക്യൂട്ട് ആവുന്ന സമയത്ത് ഈ അമ്മീറ്ററിൽ റീഡിംഗ് ഉണ്ടാവും. എത്ര കറണ്ടാണോ ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്നത് ആ കറണ്ട് ഈ അമ്മീറ്ററിൽ റീഡ് ചെയ്യും. സെയിം ടൈം ഈ ലോഡിൽ കൂടെയാണ് നമ്മുടെ സർക്യൂട്ടിൽ ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു വോൾട്ട് മീറ്റർ നമ്മൾ ഇതിനെ ക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ലോഡിൽ എന്തുമാത്രം വോൾട്ടേജ് ആണോ ഉണ്ടാകുന്നത് ആ വോൾട്ടേജ് ഈ വോൾട്ട് മീറ്റർ നമുക്കിവിടെ ഡിഫ്ലക്ട് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഏതാണോ ടൈപ്പ് ഓഫ് വോൾട്ട് മീറ്റർ അനുസരിച്ചിട്ട്. അപ്പോൾ ഈ ലോഡിലുണ്ടാകുന്ന വോൾട്ടേജ് നമുക്ക് ഈ വോൾട്ട് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാം. ഈ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഈ അമ്മീറ്റർ വെച്ചിട്ട് ഇതിൽ കൂടെ എന്തുമാത്രം കറണ്ട് ഫ്ലോ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? DC സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, when the voltage forces the electrons to flow continuously in one direction in a closed circuit, it is called DC circuit. Batteries and DC generators produce DC voltage. DC വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമ്മൾ ബാറ്ററീസ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ DC ജനറേറ്റേഴ്സ് ഉപയോഗിക്കണം. ഇത് രണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് DC സപ്ലൈ തന്നെയായിരിക്കും ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ബാറ്ററി ക്ലിയർ ആയെന്ന് തോന്നുന്നു. നെക്സ്റ്റ് സ്ലൈഡിൽ. അപ്പോൾ ഇത്രയും നേരം നിങ്ങളതെല്ലാം കേട്ടു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ആ ഡൗട്ട് എൻ്റെ ഗൂഗിൾ ക്ലാസ് റൂമിൽ കമൻസിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിലോ ഒക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഉടനെ തന്നെ അടുത്ത സെക്ഷൻ വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക.